ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. തമിഴ്നാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേരള അതിർത്തിയിൽ ഏർപ്പെടുത്തിയ മദ്യ നിയന്ത്രണത്തിന് സ്റ്റേ. സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് ഹൈക്കോടതിയാണ് സ്റ്റേ ചെയ്ത്. ശ്യാം ദേവരാജ് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ശ്യാം, കടുത്ത വിമർശനം കൂടി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടല്ലേ? തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ അതിർത്തികളിൽ, കേരളത്തിന്റെ അതിർത്തികളിൽ 5 കിലോമീറ്റർ ചുറ്റളവിൽ ഡ്രൈ ഡേ ഏർപ്പെടുത്തിയിരുന്നത്. ഇന്ന് രാവിലെ 10 മണി മുതൽ മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ദിവസം അർദ്ധരാത്രി വരെയായിരുന്നു ഈ ഡ്രൈ ഡേ. ഇതിനാണ് ഹൈക്കോടതി സ്റ്റേ നൽകിയിരിക്കുന്നത്. കേരള അതിർത്തിയിലെ മദ്യ നിയന്ത്രണത്തിലാണ് സ്റ്റേ. സംസ്ഥാന സർക്കാരിന്റെ എക്സൈസ് വകുപ്പിന്റെ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. തമിഴ്നാട് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ ഡ്രൈ ഡേ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. മദ്യ നിയന്ത്രണം ഏർപ്പെടുത്താൻ അബ്കാരി നിയമത്തിൽ വ്യവസ്ഥയില്ല എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. മാത്രമല്ല, ജനപ്രാതിനിധ്യ നിയമത്തിലെ 135 വകുപ്പ് അനുസരിച്ച് വോട്ടെടുപ്പ് പ്രദേശത്ത് മാത്രമാണ്, അതായത് പോളിംഗ് സ്റ്റേഷനുകൾ നിലനിൽക്കുന്ന പ്രദേശത്ത് മാത്രമാണ് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള നിർദ്ദേശം നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമെന്ന കാര്യവും കൂടി ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. പോളിംഗ് പ്രദേശത്തിന് പുറത്ത് നിയന്ത്രണം ഏർപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമില്ല എന്ന കാര്യവും കൂടി ജസ്റ്റിസ് എസ് മനു അധ്യക്ഷനായ അവധിക്കാല സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചു. തുടർന്നാണ് കേരളത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലെ ഡ്രൈ ഡേ ഹൈക്കോടതി സ്റ്റേ ചെയ്യുന്നത്. കുമളിയിലെ ബാറുടമയുടെ വാദം അംഗീകരിച്ചാണ് ഇടക്കാല ഉത്തരവ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശത്തിനപ്പുറം നിയന്ത്രണം സർക്കാർ ഏർപ്പെടുത്തിയെന്ന കാര്യവും കൂടി ഹൈക്കോടതി ഇതിൽ നിരീക്ഷിക്കുകയും ചെയ്തു. അബ്കാരി നിയമം അനുസരിച്ച് നിയന്ത്രണം ഏർപ്പെടുത്താൻ ജില്ലാ കളക്ടർക്കാണ് അധികാരം എന്നാണ് ഹൈക്കോടതി നിരീക്ഷിക്കുന്നത്. എക്സൈസ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇല്ലാത്ത അധികാരം പ്രയോഗിച്ചെന്ന വിമർശനവും കൂടി ഹൈക്കോടതി ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ അധികാരമുണ്ട് എന്നായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതി അറിയിച്ചത്. പൊതുസമാധാനം മുൻനിർത്തി അതിർത്തി പ്രദേശങ്ങളിൽ ഡ്രൈ ഡേ നിർദ്ദേശം നൽകാനാകും എന്നായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ഉത്തരവ്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ വാദം ഹൈക്കോടതിയുടെ അവധിക്കാല സിംഗിൾ ബെഞ്ച് അംഗീകരിച്ചില്ല. ഹർജി ഹൈക്കോടതി മെയ് 8 പരിഗണിക്കാൻ വേണ്ടി മാറ്റുകയും ചെയ്തു. എന്തായാലും തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരള അതിർത്തിയിൽ 5 കിലോമീറ്റർ ചുറ്റളവിൽ എന്തായാലും മദ്യ നിയന്ത്രണം ഇല്ല. അത്തരം ഒരു നിയന്ത്രണ ഉത്തരവ്, എക്സൈസ് വകുപ്പിന്റെ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. മാത്രമല്ല, ഇത് ഏതെങ്കിലും രീതിയിൽ ബാറുടമകളുടെ അവകാശങ്ങളെ ബാധിക്കരുതെന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ബാറുടമകളുടെ ഹർജി അംഗീകരിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇന്നത്തെ ഇടക്കാല ഉത്തരവ്. ശരി, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരള അതിർത്തിയിൽ മദ്യ നിയന്ത്രണം ഉണ്ടാവില്ല എന്നുള്ളതാണ്.